അതിന്റെ കൂടെ സാജിദ് ഇപ്പൊ നമ്മള് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ വാർത്ത കേട്ടത് അല്ലെങ്കിൽ ഡെറ്റോളിനകത്ത് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്തത് വില്ലേജ് റോഡിൽ നിന്നാണ്. വേറെ സ്ഥലങ്ങൾ ബാക്കി കാത്തിരിക്കുന്നുണ്ടോ നമ്മളെ? തീർച്ചയായും ഈ വില്ലേജ് റോഡിന് നേരെ എതിർവശത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ പുഞ്ചരി മട്ടത്തും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് മറ്റൊരു വാർത്ത എടുക്കാനായി പോകുമ്പോഴാണ് ജില്ലാ ഫയർഫോഴ്സ് മേധാവി പോകുന്നത്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതുവരെ എത്തിപ്പെടാത്ത ഒരു സ്ഥലം, അത് പക്ഷേ വളരെ പെട്ടെന്ന് പോകാൻ കഴിയുന്ന സ്ഥലമാണ്. അവിടെ ഈ വില്ലേജ് റോഡിൽ വലിയ തോതിൽ മരങ്ങളും ചെളിയും വന്നടിഞ്ഞതിന് സമാനമായി അവിടെ ചെളിയും മരങ്ങളും വന്ന് അടിഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോവുകയാണെന്ന്. അവരോടൊപ്പം ഞാൻ പോയിരുന്നു. അവിടെയുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ഈ കല്ലുകൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്, ഒരുപാട് മരങ്ങൾ വന്ന് അടിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. ഇതിനകത്ത് വില്ലേജ് റോഡിന് സമാനമായ രീതിയിൽ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ ഒരു കണ്ടെത്തൽ. ഹിറ്റാച്ചി കൊണ്ടുപോയി വളരെ പതുക്കെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുക. കാരണം ഈ മരങ്ങളെക്കാൾ കൂടുതൽ അവിടെ ഉള്ളത് ചെളിയാണ്. ഈ ചളിയിലേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ ഹിറ്റാച്ചി തന്നെ മുങ്ങിപ്പോകുന്ന തരത്തിലുള്ള ആഴത്തിലുള്ള ചെളിയുണ്ട്. അതുകൊണ്ട് വളരെ പതുക്കെ അവിടെ ഒന്നോ രണ്ടോ ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള പ്രവർത്തനം നടക്കും. അവിടെ ഈ ഡെഡ് ബോഡികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായാണ് ഈ ഫയർഫോഴ്സ് കാണുന്നത്. ഒരുപക്ഷെ നാളെ അവിടുത്തെ ഏറ്റവും സുപ്രധാന തിരച്ചിലിന്റെ ഒരു പോയിന്റായി ആ 13ാം പാലം എന്ന സ്ഥലം മാറാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ കൂടുതൽ സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഫൈസൽ കൂടിയാണ്. ഫൈസൽ, ഇപ്പൊ പുഞ്ചിരി മട്ടമാണ് പിന്നീട് നമ്മൾ കേട്ട ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം. പുഞ്ചിരി മട്ടത്ത് നാളെ എന്തൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? നിഷാദ്, പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഏറ്റവും ഭീകരമായ ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയാണ്. മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് പൂർണ്ണമായും തുടച്ചു നീക്കിക്കൊണ്ട് പ്രളയം കടന്നുപോയി. ഒരു 4-5 വീടുകൾ മാത്രമാണ് മുണ്ടക്കൈ നമുക്ക് ദൃശ്യമാകുന്നത്. പക്ഷേ പുഞ്ചിരിമറ്റത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിഭീകരമാണ്. അവിടെ 60ഓളം വീടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും 10-15 വീടുകൾ ഇപ്പോഴും ഭാഗികമായി തകർന്നതുമല്ലാത്തതുമായ വീടുകൾ ആ ഭാഗത്തുണ്ട്. അത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പല വീടുകളുടെയും ടെറസ് ഉൾപ്പെടെ പൊളിഞ്ഞു വന്ന് റോഡിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥ. അതുപോലെ പല വീടുകളുടെയും ടെറസിന്റെ മുകളിലൂടെ നമ്മൾ നടന്നു പോകേണ്ട ഒരു ദയനീയമായ ഒരു കാഴ്ച ആ ഭാഗത്തുണ്ട്. നമ്മൾ അവിടുത്തെ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പൊ ഈ ഉരുൾപൊട്ടൽ വന്ന് ആദ്യം പതിച്ചത് ഈ ഒരു പുഞ്ചിരിമട്ടം പ്രദേശത്താണ്. ആ ഒരു ഏരിയയിൽ 60 വീടുകൾ അടുത്തടുത്തുണ്ട്. അപ്പോൾ ആ വീടുകളിലൊക്കെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പല വീടുകളും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്, തകരാത്ത വീടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവിടേക്കുള്ള രക്ഷാപ്രവർത്തനം ഇന്നാണ് ആ ഭാഗത്തേക്ക് എത്തിയത്. അവിടേക്ക് എത്തിപ്പെടാനുള്ള റോഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നൊരു ഉച്ചയോടുകൂടി 2 ഹിറ്റാച്ചികൾ ആ ഭാഗത്ത് എത്തിച്ചു. ആളുകളുടെ തെരച്ചിൽ ഹാമറും മറ്റും ഉപയോഗിച്ച് വീടിന്റെ ടെറസ് പൊളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്തരം തെരച്ചിലുകൾ കൊണ്ടൊന്നും ആളുകളെ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ കൂടുതൽ മെഷീനറീസ് അങ്ങോട്ട് എത്തിയാൽ മാത്രമേ വീടിനുള്ളിൽ ഇപ്പോൾ അവിടെ കാണുന്ന വീടുകൾക്കുള്ളിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. ഓക്കെ, അതാണ്. അപ്പോൾ കൂടുതൽ സ്പോട്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ ഭയാനകമായ സാഹചര്യം റിവീൽ ചെയ്യപ്പെട്ടു വരുന്നു.